പ്രൈസ് ദി ലോർഡ്. ഹെൽപ് മീ ലോർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഞാൻ കഴിഞ്ഞ വ്ളോഗില് ഷേസ്വാൻ റൈസ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോൾ പലരും പറഞ്ഞിരുന്നു അതിന്റെ റെസിപ്പി ഒന്ന് ഇടണേന്ന്. അപ്പോ അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് വെജിറ്റബിൾസ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് ക്യാബേജ്, പിന്നെ കുറച്ച് ബീൻസും ക്യാരറ്റും, സ്പ്രിംഗ് ഒണിയൻ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ കാണിച്ചിരുന്നല്ലോ, അത് ഉള്ളിത്തണ്ട്, നമ്മുടെ സവാള ഉള്ളിയുടെ തണ്ടും അതിലെ മൂട്ടിലെ ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇത്. പിന്നെ ക്യാപ്സിക്കം, ഒരു ചെറിയ സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ വെജിറ്റബിൾസ് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് അളവ് കൂട്ടാം, കുറയ്ക്കാം. അരി ഇവിടെ ഞാൻ വേവാനായിട്ട് ഇട്ടിട്ടുണ്ട്. നല്ലപോലെ തിളച്ച് കഴിഞ്ഞിട്ടൊരു 3-4 മിനിറ്റ് ആയി. ഇതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം. അന്നേരം അരി ഒട്ടത്തില്ല, ഒട്ടിപ്പിടിക്കും, കുഴയത്തില്ല. അതിനു വേണ്ടിയാണ് ഉപ്പ് ഇതിനകത്ത് ഇടുന്നത്. നമ്മൾ സാധാ ഫ്രൈഡ് റൈസിനൊക്കെ എങ്ങനെയാ വേവിക്കുന്നത് ആ പരുവം. ഒത്തിരി വെന്ത് കുഴഞ്ഞു പോകരുത്, ബാക്കി ആ ചൂടിലിരുന്ന് വെന്തോളും. ഇതിപ്പോ പരുവമായി. ഞാനത് ഓഫ് ചെയ്യാൻ പോവാ. ഓഫ് ചെയ്തിട്ട് വെള്ളം ഊറ്റി കളയാം. അപ്പൊ ചൂട് കട്ടിയുള്ള ഒരു പാത്രം തന്നെ എടുക്കണം ഇതിന്. ഇനി എണ്ണ ഒഴിച്ച്, ഞാൻ സൺഫ്ലവർ ഒഴിച്ചേക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആ സവാള ആദ്യം ഇട്ട് കൊടുക്കാം. ഈ വെളുത്തുള്ളി പേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ 1 ടീസ്പൂൺ ഇടാം. ഞാൻ ഇട്ടും ചെയ്യാറുണ്ട്, ഇടാതെയും ചെയ്യാറുണ്ട്. തീ കൂട്ടി തന്നെ ഇട്ടേക്കണേ, തീ കുറച്ചിടണ്ട. അതായത് നമ്മൾ ഏത് ചൈനീസ് ഐറ്റംസ് അങ്ങനെ ഉണ്ടാക്കിയാലും തീ കൂട്ടി തന്നെ ഇടണം. സവാള ഒന്ന് വാടിയ ശേഷം ആ ബീൻസും ക്യാരറ്റും ഒരു 2 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമില്. ഈ വെജിറ്റബിൾസ് ഒത്തിരി ഒന്നും വേവിക്കരുതേ. ഇനി ഇതിലേക്ക് ആ ക്യാബേജ് ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം കുറച്ചേ ഇടുന്നുള്ളൂ, ബാക്കി നമുക്ക് ലാസ്റ്റിൽ ഇച്ചിരി ഇടാം. എന്നിട്ട് ആ സ്പ്രിംഗ് ഒണിയനിലും കുറച്ചിടാം, ബാക്കി ലാസ്റ്റ് ഇടാം. അപ്പൊ ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് സോസുകളൊക്കെ ഒഴിക്കണം. ഞാൻ ഇതിലേക്ക് ലേശം ജീരകപ്പൊടി ചേർക്കുന്നുണ്ട്. ജീരകം വറുത്ത് പൊടിച്ചതാ. ഇത് ഇഷ്ടമല്ലാത്തൊരു ചേർക്കണ്ടേ. ഞാനൊരു 1/4 ടീസ്പൂൺ ചേർത്തിട്ടില്ല. ലേശം കുരുമുളക്, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ടൊമാറ്റോ സോസ്, സോയാ സോസ്. ഈ ടൊമാറ്റോ സോസ് ഇല്ലാതെ ഞാൻ വെക്കാറുണ്ട്, പക്ഷെ സോയാ സോസ് വേണം ഇതിന്. ഒരു 1 ടേബിൾ സ്പൂൺ. അത് നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ച്. ഡാർക്ക് സോയാ സോസ് ആണെങ്കിൽ കുറച്ച് മതി. ഇതിപ്പോ ഞാനൊരു 1 ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് മെയിൻ വേണ്ട സാധനമാണ് ഷേസ്വാൻ ചട്നി. ഇത്ര ഇടുന്നുണ്ട്, കുറച്ചുകൂടി ഇടാം. കാരണം ഷേസ്വാൻ റൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ടും ഷേസ്വാൻ ചട്നിയാ വേണ്ടേ. ഇനി നിങ്ങളുടെ കയ്യിൽ ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് ഒഴിക്കാം. പക്ഷെ അതിനേക്കാളും ഞാൻ കുറച്ചുകൂടി മുളക് പൊടി ചേർക്കും. ഇച്ചിരി എരി വേണം എനിക്ക്, അതുകൊണ്ട്. അപ്പൊ എരി വേണ്ടാത്തൊരു ചില്ലി സോസ്, സാധാ സോസ് ഇല്ലേ, അത് ചേർത്താലും മതി. ഞാനിപ്പോ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ റൈസില് ഉപ്പുണ്ട്, അതുകൊണ്ട് ഇതിന് ഈ സോസിന്റെ ഒക്കെ ഉപ്പ് വന്നിട്ടുണ്ട്. ബാക്കിയുള്ള ലേശം ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇപ്പൊ മസാല റെഡിയായി. ഇത് നമുക്കിതിലേക്ക് ചോറിട്ട് കൊടുക്കാം. ഇതിപ്പോ ഒരു 1/2 ഗ്ലാസ് അരിയാണ്. ഇനി സ്പൂണും കൊണ്ട് അല്ലാതെ ഇളക്കരുത്, ഇങ്ങനെ ഇളക്കണം. ഇനി ബാക്കിയുള്ള ഉള്ളിത്തണ്ടും ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കാം. അല്ലാതെ ഇളക്കിയാൽ നമ്മുടെ അരി കുഴഞ്ഞു പോകും. ഒന്ന് ചെറുതായിട്ട് ആവി വരട്ടെ. അപ്പോ ഇത്രയുള്ള സംഭവം. നമ്മുടെ ഷേസ്വാൻ റൈസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്നതായത്. മിക്കവാറും ടിഫിൻ കൊടുത്തു വിടാനും ടിഫിൻ കൊണ്ടുപോകാനും വളരെ എളുപ്പമാണ്. കാരണം നമ്മുടെ റൈസ് വേവാനാണെങ്കിൽ
ആണെങ്കിൽ ഒരു 10 മിനിറ്റ് പോലും വേണ്ട. കാരണം ബസ്മതി റൈസ് ഒന്ന് തിളച്ച് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് വെന്ത് കഴിഞ്ഞു. അരി ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് ഒക്കെ ഒന്ന് കഴുകി വെള്ളത്തിൽ കുതിരാനിട്ട ശേഷം വേവിച്ചാൽ അത്രയും നല്ലത്. ഞാനിപ്പോ 10 മിനിറ്റേ കുതിർത്തുള്ളൂ. കണ്ടില്ലേ, നമ്മുടെ ചോറ് ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല, നല്ല പരുവമായിട്ടുണ്ട്, നല്ല ചോറ കണ്ടോ. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, എന്നിട്ട് അഭിപ്രായം അറിയിക്കണം, കുട്ടികൾക്കൊക്കെ ഇഷ്ടമായെന്ന് അറിയിക്കണം. വീണ്ടും ഒരു ഈസി ഡിഷുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലസ് യു.